കോലം കത്തിക്കുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതൊക്കെ റിപ്പോർട്ടർ ചാനലിനകത്ത് എക്സ്ക്ലൂസീവ് ആയിരുന്നു. വേറെ ഒരു ചാനലിനകത്തും ഇത്രയും എക്സ്ക്ലൂസീവായിട്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിനകത്ത് ഇതൊക്കെ എക്സ്ക്ലൂസീവ് ന്യൂസസ് ആയിരുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടേഷനാണ്. പുള്ളിയെ ഞങ്ങൾ തോപ്പിച്ച് തരാം, ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ മതി എന്നുള്ള രീതിയിൽ നികേഷ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോട്ടെ, ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാണോ അദ്ദേഹം കൊട്ടേഷൻ എടുത്തിട്ടുള്ള പണിയാണ് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ റിപ്പോർട്ടർ ചാനലിൽ മാത്രം എന്താണ് ഇത്ര കുത്തിക്കഴപ്പെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഏകദേശം ഒരു 5 ലക്ഷം പേര് കണ്ട്. ആ ഒരു വീഡിയോ 5 ലക്ഷം പേര് കണ്ട ആ ഒരു വീഡിയോയ്ക്ക് അടി വന്ന കമൻസ് വായിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എത്രമാത്രം വെറുപ്പ് ജനങ്ങൾക്കുണ്ടെന്ന് കൃത്യമാണ്. അങ്ങനത്തെ ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് എതിരെ പറയുന്നത്. അത് ഈ ബ്ലഡി കമ്മികളാണ്. ഈ കമ്മികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഈ സ്ത്രീയെ തട്ടിയതിൻ്റെ പേരിലാണ് വന്നിട്ട് നമ്മളെ തെറി വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അടി കമൻറ്റ് ഇട്ടവരെ വരെ അവന്മാർ വന്ന് തെറി വിളിക്കുകയാണ്. അത് തെറി വിളിക്കുന്നത് എന്തോ തള്ളക്കും പെങ്ങൾക്കും ഒക്കെയാണ് ഇവന്മാർ വന്ന് തെറി വിളിക്കുന്നത്. എന്ന് വെച്ചാൽ മാതാവിൻ്റെ വിലയും പെണ്ണിൻ്റെ വിലയൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നവരാണ് ഈ സ്ത്രീക്കെതിരെ അങ്ങ് പ്രവർത്തിക്കാൻ നടക്കുന്നത്. എന്നിട്ട് വന്ന് വിളിക്കുന്നത് തള്ളക്കാണ്. സത്യം പറഞ്ഞാൽ എന്താണ്, തള്ളയുടെ വിലയും തന്തയുടെ വിലയും വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരുടെ ഭാര്യമാരുടെ വിലയും ഒന്നും അറിയാത്ത വെറും ാണ് ഈ കമ്മികൾ. എനിക്ക് തോന്നുന്നു ഈ കമ്മികൾ എന്ന് പറയുന്ന ഈ കമ്മി എന്ന് പറയുന്ന പേര് ഏതോ ഒരു അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ കാമ്മ എന്ന് പറയുന്ന വേർഡിനകത്ത് ഡിറൈവ് ചെയ്തിട്ടാണെന്ന് തോന്നി കമ്മികൾ എന്ന് പേരിട്ടേക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഇവന്മാരൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തള്ളക്കേ വിളിക്കത്തുള്ളൂ. അത്രയ്ക്ക് വിവരമാണ് ഇവന്മാർക്ക്, അത്രയ്ക്ക് വിവരം. ഈ വീഡിയോ അടിയിൽ വേണമെങ്കിൽ അവന്മാർ വന്ന് ഇതേ തോന്നിയാസം കാണിക്കും. നിങ്ങൾ കൺവെർസേഷൻ കണ്ടു നോക്കിയോ? അത്രയ്ക്ക് വിവരമുണ്ട് ഇവന്മാർക്ക്. അവന്മാരാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ അങ്ങ് ഒസ്താൻ നിൽക്കുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളെ BJP ആണോ ഏത് പാർട്ടിയാണോ നോക്കിയെന്നല്ല ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തൊന്നും അങ്ങനെ കാണിച്ചാൽ ശരിയാണോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു പക്ക പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടാണ് അങ്ങേരെ ഇപ്പോൾ ഈ അടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം എന്തായാലും കമ്മികൾ കാരണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണം അങ്ങേർക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂവിൽ ജനങ്ങൾ എത്രമാത്രം സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ആണ് എന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്ന് കേട്ടിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരുള്ള ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്നാണോ? ഒരിക്കലുമല്ല. ഇത് പക്ക പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടുള്ള പരിപാടിയാണ്. ആ ഒരു കേസ് മുതലെടുത്ത് സുരേഷ് ഗോപിയെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തകർക്കുക, ആ ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം, അവരുടെ മുന്നിലുള്ള ഒരു വികാരം. അല്ലാതെ ആ സ്ത്രീയെ തോളിത്തട്ടി അല്ലെങ്കിൽ സ്ത്രീയെ തോളിൽ തട്ടി അപമാനിച്ചു എന്ന് പറയുന്ന ഒരു കാര്യവും ഈ പാർട്ടിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, റിപ്പോർട്ടർ ചാനൽ നല്ല ഒന്നാന്തരം കൊട്ടേഷൻ ഏറ്റിട്ടാണ് ഈ പണിയൊക്കെ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല പണിയുന്നുണ്ട്. പക്ഷേ പണിയുന്ന എല്ലാം നല്ല ഒന്നാന്തരം ഫ്ലോപ്പായി പോകാമെന്ന്. ഇങ്ങേരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോറും ഇങ്ങേരി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുകയാണ്. ജനങ്ങൾ അയാളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ അയാളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള കാര്യം പറയാമല്ലോ. പണിയുന്നതെല്ലാം തിരിച്ച് ഒരാപ്പായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കമ്മികൾക്ക്, റിപ്പോർട്ടർ ചാനലുകാർക്കും. അതെന്തായാലും നല്ല കാര്യം, അങ്ങ് ഇഷ്ടപ്പെട്ട്. പുള്ളി തൃശ്ശൂർ നിന്നാൽ ജയിക്കുമോ ഇല്ലയോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തോടു കൂടി എൻ്റെ ആ ഒരു സംശയം അങ്ങ് മാറി. പുള്ളി ഈ വട്ടം തൂക്കും, അത് ഉറപ്പാണ്.